ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1004 അപ്ലൈഡ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് എക്സാം ഓറിയൻറ്റഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാ ടോപ്പിക്സും മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതല്ല, മറിച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഓരോ മൊഡ്യൂളുകളിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട ഫസ്റ്റ് ടോപ്പിക്കാണ് ബോർ ആറ്റം മോഡൽ. എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, അതുപോലെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ് ചോദിക്കാറുണ്ട്. ബോർ ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈനി സ്പെറിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആ ആറ്റത്തിൻ്റെ ഭാരം മുഴുവൻ അതിൻ്റെ സെൻട്രലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. ഈ ന്യൂക്ലിയസിനെ ചുറ്റി കൃത്യമായിട്ടുള്ള പാതകളിലൂടെ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പാതയെ നമുക്ക് KLMN എന്ന് പേര് കൊടുക്കാം. അതല്ലെങ്കിൽ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പേര് കൊടുത്തു പോവുകയും ചെയ്യാം. ഈ പാതകളെ നമുക്ക് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബോർ ആറ്റം മോഡലിലെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ബോർ ആറ്റം മോഡലിന് ഒരു ആറ്റത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോർ ആറ്റം മോഡൽ കൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ബോർ ആറ്റം മോഡൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോർ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്ര നമ്മൾ കുറച്ചുകൂടി റിസോൾവിംഗ് പവറുള്ളൊരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിക്കുന്നില്ല? ബോർ ആറ്റം മോഡലിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ സീമാൻ എഫക്റ്റ്, അതുപോലെ തന്നെ സ്റ്റാർക്ക് എഫക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മൾട്ടി ഇലക്ട്രോണിക് ആയിട്ടുള്ള ആറ്റങ്ങളെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ ആറ്റം മോഡലിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഹെയ്സൻബർഗിൻ്റെ അൺസെർട്ടിനിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഈ പ്രിൻസിപ്പിൾസുമായിട്ട് ബോർ ആറ്റം മോഡൽ മാച്ച് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബോർ ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് ഓർത്തിരിക്കുക. അടുത്തത് പറയാനുള്ളത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററാണ്. നമുക്കറിയാം, ഇലക്ട്രോൺ പോലുള്ള ചെറിയ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവ മാറ്ററിൻ്റെ സ്വഭാവവും കാണിക്കും. അതേപോലെ തന്നെ വേവ് പ്രോപ്പർട്ടീസ്, അതായത് എനർജിയുടെ പ്രോപ്പർട്ടീസാണ് വേവ് എന്ന് പറയുന്നത്, ആ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അതാണ് ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബോർ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ലാംഡ =h/mv എന്ന് പറയുന്നത്. അതിൽ ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത്താണ് നമുക്കറിയാം. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, m മാസ് ഓഫ് ഇലക്ട്രോൺ, v വെലോസിറ്റി. അപ്പോൾ ഇത് ഓർമ്മിച്ച് വയ്ക്കുക. ഇതിലെ പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഹെയ്സൻബർഗിൻ്റെ അൺസെർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ, പ്രത്യേകിച്ചും ചെറിയ വസ്തുക്കളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇവയുടെ എല്ലാം വേഗതയും സ്ഥാനവും നമുക്ക് ഒരേ സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസെർട്ടിനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π എന്നുള്ളതാണ്. ഇതിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസെർട്ടിനിറ്റി ഇൻ പൊസിഷനാണ്, ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസെർട്ടിനിറ്റി ഇൻ മൊമെൻറ്റമാണ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനേഷന് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബോർ ആറ്റം മോഡലിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ക്വാണ്ടം നമ്പേഴ്സ്. അതായത് 4 ക്വാണ്ടം നമ്പേഴ്സിലൂടെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സബ്സിഡറി ക്വാണ്ടം നമ്പർ,
മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പറിലൂടെ ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ എവിടെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഷെല്ലുകളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ സബ്സിഡറി ക്വാണ്ടം നമ്പർ സബ് ഷെല്ലുകളെക്കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓരോ സബ് ഷെല്ലിലുമുള്ള ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ സ്പിൻ ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ആറ്റം സെലക്ട് ചെയ്തിട്ട് ആ ആറ്റത്തുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിൻ്റെ 4 ക്വാണ്ടം നമ്പേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കണം നിങ്ങൾ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് ഓർബിറ്റ് അല്ലെങ്കിൽ ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റ്. ഓർബിറ്റ് നമ്മൾ നേരത്തെ ബോർ ആറ്റമുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നൊരു കൺസെപ്റ്റാണ്. അത് പ്രകാരം ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള 3 ഡയമെൻഷണൽ ഏരിയയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പ്രിൻസിപ്പിൾസ് ആവശ്യമാണ്. ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ 2 ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കും എന്ന് പറയാം. അതല്ലെങ്കിൽ പറയാറുണ്ട് നോ 2 ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം വാല്യൂ ഓഫ് ആൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ 4 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സെയിം വാല്യൂസ് വരാറില്ല. അപ്പോൾ അതാണ് ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹോഫ്ബോ പ്രിൻസിപ്പിൾ. ഹോഫ്ബോ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എപ്പോഴും ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്കായിരിക്കും. നമ്മൾ നേരത്തെ ഷെൽസും സബ് ഷെൽസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഫില്ലിംഗ് എപ്പോഴും വരുന്നത് 1s, അത് കഴിഞ്ഞാൽ 2s, 2p, 3s, 3p, 4s, 3d, ആ ഓർഡറിലായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫില്ലിംഗ് വരിക എന്നാണ് ഹോഫ്ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർബിറ്റിൽ പരമാവധി 2 ഇലക്ട്രോൺസ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക. അപ്പോൾ പി ഓർബിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആദ്യം പിയിലുള്ള 3 ഓർബിറ്റൽസിന് ഹാഫ് ഫില്ലിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഫുൾ ഫില്ലിംഗ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പി ഓർബിറ്റിലാണ്, പി ഓർബിറ്റിൽ നമുക്ക് 5 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ആദ്യം പി എക്സ്, പി വൈ, പി സെഡ് ഓരോന്നിലും ഓരോ ഇലക്ട്രോൺസിനെ വീതം ഫില്ല് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, പിന്നീട് പി എക്സിലേക്കും പി വൈയിലേക്കും രണ്ടാമത്തെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 റൂൾസാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ആ 3 റൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 20 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ഇങ്ങനെയാണ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. നമുക്കറിയാം കെമിക്കൽ ബോണ്ടിങ് എന്താണെന്നുള്ളത്. ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് H2O എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ മോളിക്യൂൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളുണ്ട്. ഈ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ടാവാം, എന്തിനാണ് ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് എന്നുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഒക്ടറ്റ് റൂൾ.
അത് എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒക്ടറ്റ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റം സ്ഥിരമായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. ഇനി 8 ഇലക്ട്രോൺസ് ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആറ്റംസ് എന്ത് ചെയ്യും? മറ്റ് ആറ്റങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുത്തോ വാങ്ങിയോ 8 ഇലക്ട്രോൺസ് ആവാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ക്ലോറിൻ്റെ 17 നമ്മളതിൻ്റെ ഷെൽ വൈസ് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ സോഡിയം 281 ക്ലോറിൻ 287 നോക്കിയാൽ അറിയാം സോഡിയത്തിൻ്റെ ഏറ്റവും പുറമേ വരുന്ന ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, ക്ലോറിൻ്റെ ഏറ്റവും പുറമേ വരുന്ന ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 ആറ്റങ്ങളും സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ സോഡിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് 2 8 മാറും, ക്ലോറിൻ്റെ 2 8 മാറും. അപ്പോൾ ഇങ്ങനെയാണ് ആറ്റങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഇതാണ് ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനേഷൻ എക്സാമ്പിൾ സഹിതം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് 4 തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ്, കൂടാതെ അതിന് എക്സാമ്പിൾസ്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് അയോണിക് ബോണ്ട്, സെക്കൻഡ് വൺ കോവാലന്റ് ബോണ്ട്, തേർഡ് വൺ കോഓർഡിനേറ്റ് ബോണ്ട്, ഫോർത്ത് വൺ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഓരോ ബോണ്ടുകളും എന്താണ് എന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ സോഡിയം ക്ലോറൈഡ് എക്സാമ്പിൾ പറഞ്ഞു, അവിടെ സോഡിയം ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുകയും ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ക്ലോറിൻ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് സോഡിയത്തിൻ്റെ പോസിറ്റീവ് ചാർജും ക്ലോറിൻ്റെ നെഗറ്റീവ് ചാർജും നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് അയോൺസ് ഫോം ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് അയോൺസ് ഉണ്ടാവുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാവുന്നു. ഈ അയോൺസ് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് 1 or more വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് തന്നെ പറയാം, അതുപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ്, ഇവയെല്ലാം അയോണിക് ബോണ്ടിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ടൈപ്പ് ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, കൊടുക്കാനും വാങ്ങാനും സാധിക്കില്ല. ആ കേസിൽ ആറ്റങ്ങൾ ഏർപ്പെടുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 1 or more പെയർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 ആറ്റം. അതായത് ഈ കേസിൽ എന്ത് ചെയ്യും? ഒന്നോ അതിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യും. ഉദാഹരണം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ H2O മോളിക്യൂൾ ഉണ്ടാവുന്നത്, ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്, ഇതെല്ലാം കോവാലന്റ് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ്. കോവാലന്റ് ബോണ്ടിൻ്റെ കേസിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് പോസിബിളാണ്. അതായത് ആറ്റങ്ങൾ തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുക. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ഡബിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അപ്പോൾ സിംഗിൾ കോവാലന്റ് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ മോളിക്യൂള്, ഡബിൾ കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിളാണ് O2 മോളിക്യൂള്, അതുപോലെ തന്നെ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിളാണ് N2 മോളിക്യൂള്. ഓക്കെ, അടുത്ത ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് ഏകദേശം കോവാലന്റ് ബോണ്ടിനെ പോലെ തന്നെയാണ്, പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആറ്റം മാത്രമായിരിക്കും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുക. മറ്റേ ആറ്റം ഇലക്ട്രോൺസിനെ സ്വന്തം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യില്ല, പകരം ആ ഷെയറിങ് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ അത്തരം ബോണ്ടിങ്ങിനെ പറയുന്ന പേരാണ് കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് ബൈ വൺ ഓഫ് ദ ആറ്റം എലോൺ. അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു ആറ്റം മാത്രം ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ബോണ്ടിനെ പറയുന്ന പേരാണ് കോഓർഡിനേറ്റ് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് അമോണിയം അയോൺ എക്സാമ്പിളായിട്ട് എടുക്കാം.
NH3 മോളിക്യൂളിലേക്ക് നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും അവിടെ കൂടിച്ചേർന്ന് നിൽക്കുന്നത് കോവാലൻറ്റ് ബോണ്ടിങ്ങിലൂടെയാണ്. നൈട്രജൻ 3 ഹൈഡ്രജൻ ആറ്റങ്ങളുമായിട്ട് കോവാലൻറ്റ് ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഹൈഡ്രജൻ ആറ്റം വീണ്ടും ആഡ് ചെയ്യുകയാണ്, 4ാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിനെ വീണ്ടും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ്റെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ഇലക്ട്രോൺസ് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യപ്പെടും, പുതുതായിട്ടൊന്ന് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യപ്പെടും. അത്തരത്തിലുണ്ടാകുന്ന ബോണ്ടിനെ നമുക്ക് എന്ത് പറയാം? കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ബോണ്ടുകളെ പോലെയല്ല ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ, 2 മോളിക്യൂളുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബോണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ബോണ്ടുകളും, അതായത് അയോണിക് ബോണ്ട്, കോവാലൻറ്റ് ബോണ്ട്, കോഓർഡിനേറ്റ് ബോണ്ട്, ഇവയെല്ലാം ഒരു മോളിക്യൂളിനകത്ത് നിൽക്കുന്ന ബോണ്ടുകളാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് 2 മോളിക്യൂൾസിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു ബോണ്ടാണ്. അതായത് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ വിത്ത് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓഫ് അനദർ മോളിക്യൂൾ ഈസ് കാൾഡ് ഹൈഡ്രജൻ ബോണ്ട്. അതായത് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും അടുത്ത മോളിക്യൂളിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റവും നമ്മളൊരു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് H2O മോളിക്യൂൾ എടുക്കുകയാണ്. H2O മോളിക്യൂൾ, 2 H2O മോളിക്യൂൾ നമ്മൾ അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. മോർ ഇലക്ട്രോ നെഗറ്റീവ് ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത മോളിക്യൂളിലുള്ള ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഈ പാർഷ്യൽ ഓക്സിജൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും തമ്മിലുള്ള വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന മോളിക്യൂൾസാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, H2O, ഇവയെല്ലാം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കും ഇതിനെ റിലേറ്റ് ചെയ്താണ് നമുക്ക് പറയാനുള്ളത്. അതായത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വാട്ടർ എന്ത് ചെയ്യാറുണ്ട്? ചില പ്രത്യേകതരം സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അതിന് കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ട്. അവയാണ് റൂം ടെമ്പറേച്ചറിൽ വാട്ടർ എന്ത് ചെയ്യാറുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ദ്രാവകാവസ്ഥയിലായിരിക്കും. അതുപോലെ വാട്ടറിൻ്റെ വിസ്കോസിറ്റി, അതുപോലെ സർഫസ് ടെൻഷൻ, ഈ പ്രോപ്പർട്ടീസിനെല്ലാം കാരണം ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാട്ടറിനെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വസ്തുക്കളൊക്കെ കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക, പക്ഷേ വാട്ടർ മാത്രം എന്ത് ചെയ്യും? നമ്മൾ തണുപ്പിച്ചാൽ എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് 0 ഡിഗ്രിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതൊക്കെയാണ് അനോമലസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. അറ്റോമിക് സ്ട്രക്ചർ, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സാമിന് അതിൽ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2ൻ്റെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം, ഫണ്ടമെൻറ്റൽസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 2ൻ്റെ പേര്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സൊല്യൂഷൻസ്. നമുക്കറിയാം സൊല്യൂഷൻ എന്താണെന്നുള്ളത്. എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. അതായത് 2 അതിൽ കൂടുതലോ വസ്തുക്കൾ പൂർണ്ണമായും മിക്സ് ചെയ്തിട്ടുണ്ടായ ഒരു മിക്സ്ചറിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് സാൾട്ട് സൊല്യൂഷൻ എടുക്കാം, ഷുഗർ സൊല്യൂഷൻ എടുക്കാം. ഇതെല്ലാം എക്സാമ്പിൾസാണ്. എക്സാമിനേഷന് ചോദിക്കുന്ന സമയത്ത് സാൾട്ട് സൊല്യൂഷനകത്ത് സൊല്യൂട്ട് ഏതാണ്, സോൾവെൻ്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സൊല്യൂഷൻ 2 ഭാഗങ്ങളാണുള്ളത്, സൊല്യൂട്ടും സോൾവെൻറ്റും. അപ്പോൾ സാൾട്ട് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാൾട്ട് സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റുമാണ്. അതിൻ്റെ കാരണം ഏത് വസ്തുവാണോ ലയിച്ച് ചേരുന്നത് അതാണ് സൊല്യൂട്ട്, എന്താണോ ലയിപ്പിക്കുന്നത് അതാണ് സോൾവെൻറ്റ്. അടുത്തത്, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടാണ്. അത് നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും, നോർമാലിറ്റി, മൊളാരിറ്റി. നോർമാലിറ്റി എന്ന് പറയുന്ന സമയത്ത്
ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഇക്വിവാലൻറ്റ് മാസ് ഓഫ് ദ സൊല്യൂട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, നോർമാലിറ്റി പറയാറുള്ളത്. നോർമാലിറ്റി ഈസ് എ നമ്പർ ഓഫ് ഇക്വിവാലൻറ്റ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് നോർമാലിറ്റി. അത് കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർമാലിറ്റി ഈക്വൽ ടു W ഇൻറ്റു 1000 ബൈ E ഇൻറ്റു V. അതിൽ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, E എന്ന് പറഞ്ഞാൽ ഇക്വാലൻറ്റ് മാസ് ആണ്, V വോള്യമാണ്. അടുത്തത് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്കുലാർ മാസ് ആണ്. എത്ര മോളിക്കുലാർ മാസ് സൊല്യൂട്ട് ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് നമ്മൾ മൊളാരിറ്റി പറയാറുള്ളത്. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. മൊളാരിറ്റി ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മൊളാരിറ്റി M ഈക്വൽ ടു W ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M ഇൻറ്റു V. W വെയിറ്റ് തന്നെയാണ്, M എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ആണ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. അടുത്തത് ഇതിൽ തന്നെ പഠിക്കാൻ അടുത്തൊരു ടോപ്പിക്കാണ് pH ആൻഡ് pOH. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു സൊല്യൂഷൻ ആസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളതെല്ലാം ചോദിക്കാറുണ്ട്. ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളതെല്ലാം. pH എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂഷനിലുള്ള H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് pH എന്ന് പറയുന്നത്. pH ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ആണ്. pOH എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺസ് ആണ്. അതായത് pOH ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അതാണ് pHും pOHും. ഇത് രണ്ടിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. എന്താണ് pH, എന്താണ് pOH എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ 2 അയോൺസ് ആണുള്ളത്, H+ഉം OH മൈനസും. ഈ H+ൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിലുള്ള H+ൻ്റെ കോൺസെൻട്രേഷനും OH മൈനസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും 10⁻⁻⁷ മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ അയോണിക് പ്രൊഡക്റ്റ് KW എന്ന് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 10⁻⁷ ഇൻറ്റു 10⁻⁷ ഈക്വൽ ടു 10⁻⁴ മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. അതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് pHും pOHും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമുക്കറിയാം. pH പ്ലസ് pOH ഈക്വൽ ടു 14 ആണ്. അതായത് pH വാല്യൂയും pOH വാല്യൂയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുക 14 എന്നുള്ള വാല്യൂ ആണ്. നമ്മൾ നേരത്തെ അയോണിക് പ്രൊഡക്റ്റ് കണ്ട സമയത്ത് പറഞ്ഞു KW ഈക്വൽ ടു 10⁻⁴ ആണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഡെറിവേഷനിൽ നിന്നാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഓഫ് pH ആൻഡ് pH കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് എക്സാമിനേഷൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് pHൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കറിയാം. അതായത് ഒരു സൊല്യൂഷൻ ആസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്നുള്ളത് ആ സൊല്യൂഷൻ്റെ pH വാല്യൂ നോക്കി പറയാൻ പറ്റും. അതുപോലെ തന്നെ pHും കൊറോഷൻ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. pH കുറയും തോറും മെറ്റൽസിൻ്റെ കൊറോഷൻ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ബ്ലഡിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7.36 to 7.42 ആണ്. അതിൽ നിന്നൊരു 0.2 യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ആൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ pH ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ, ഷുഗർ ഇൻഡസ്ട്രിയിൽ, അതുപോലെ ഫുഡ് പ്രിസർവേഷനിൽ സോയിലിൻ്റെ pH എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് pHൻ്റെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 4-5 ആപ്ലിക്കേഷൻസ് അതിൽ ഓർമ്മിച്ച് വയ്ക്കുക. അടുത്തത് വരുന്നൊരു ടോപ്പിക്കാണ് ബഫർ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ pH പറഞ്ഞു, അതുപോലെ ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഇൻ കേസ് ബഫർ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡിൻ്റെ pH വാല്യൂ 7.36 to 7.42 ആണ്. ഒരു ചെറിയ യൂണിറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ മരിച്ചു പോകുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ഒഴിച്ചു കഴിഞ്ഞാലും pH വാല്യൂ ചേഞ്ച് ചെയ്യാത്ത സൊല്യൂഷനെ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
solutions which can resist the change in pH when small amount of acid or base added to it. രണ്ട് തരം ബഫറാണുള്ളത്, അസിഡിക് ബഫറും ബേസിക് ബഫറും. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അസിറ്റിക് ആസിഡും സോഡിയം അസിറ്റേറ്റും മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അസിഡിക് ബഫർ ആയിരിക്കും. അതുപോലെ ബേസിക് ബഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. അതിന് എക്സാമ്പിളാണ് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. അപ്പോൾ ഈ ബഫർ സൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് വോള്യൂമെട്രിക് അനാലിസിസ്. വോള്യൂമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, അടുത്ത സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് എൻ അൺനോൺ സൊല്യൂഷൻ യൂസിങ് എ നോൺ സൊല്യൂഷൻ. അതായത് ഒരു അൺനോൺ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, അറിയാത്ത സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് വോള്യൂമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വോള്യൂമെട്രിക് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 4 ടേംസ് ആണ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ടൈട്രേഷൻ, എൻഡ് പോയിൻ്റ്, ഇൻഡിക്കേറ്റർ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോൺ സൊല്യൂഷൻ, അതായത് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിനെ ബ്യൂററ്റിനകത്തും ബേസിനെ കോണിക്കൽ ഫ്ലാസ്കിലും എടുത്ത് ഇവയെ തമ്മിൽ റിയാക്ട് ചെയ്യിക്കുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ടൈട്രേഷൻ അവസാനിക്കുന്ന, ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻ എപ്പോഴാണോ അവസാനിക്കുന്നത് ആ പോയിൻറ്റിന് എൻഡ് പോയിൻ്റ് എന്ന് പറയാം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ഫിനോഫ്തലിൻ, മേജർ ഓറഞ്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ടൈട്രേഷൻ എൻഡ് പോയിൻ്റ് കൃത്യമായിട്ട് കളർ ചേഞ്ച് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അടുത്ത ടോപ്പിക് സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈട്രേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ടൈട്രേഷൻസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് വൺ, ടൈട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്. ഈ ടൈട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈട്രേഷൻ എൻഡ് പോയിന്റിൽ വരുന്ന pH റേഞ്ച് എന്ന് പറയുന്നത് 10 to 3.5 ആണ്. അപ്പോൾ ഈ റേഞ്ചിനകത്ത് നിൽക്കുന്ന ഇൻഡിക്കേറ്റർ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതാണ് ഇൻഡിക്കേറ്റർ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഫിനോഫ്തലിൻ്റെ ഇൻഡിക്കേറ്റർ റേഞ്ച് എന്ന് പറയുന്നത് 8.3 to 10 ആണ്. മീഥൈൽ ഓറഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ റേഞ്ച് എന്ന് പറയുന്നത് 3.1 to 4.5 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 3.5 to 10 എന്നുള്ള റേഞ്ചിനകത്ത് രണ്ട് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നമുക്ക് ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ടൈട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് എഗെയിൻസ്റ്റ് വീക്ക് ബേസ്. ഇത്തരം ടൈട്രേഷനിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ HCl വേഴ്സസ് Na2CO3. ഇത് HCl സ്ട്രോങ് ആസിഡാണ്, Na2CO3 വീക്ക് ആസിഡാണ്. ആ ടൈട്രേഷൻ എൻഡ് പോയിന്റിൽ വരുന്ന pH റേഞ്ച് എന്ന് പറയുന്നത് 3.5 to 7.5 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫിനോഫ്തലിൻ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. മേജർ ഓറഞ്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കളർ ചേഞ്ച് കിട്ടില്ല. മൂന്നാമത്തെ കാറ്റഗറി ടൈട്രേഷനാണ് ടൈട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അസിറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും. ഈ ടൈട്രേഷൻ്റെ കേസിൽ എൻഡ് പോയിന്റിൽ വരുന്ന pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 10 ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമുക്കറിയാം നമുക്ക് ഫിനോഫ്തലിൻ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മേജർ ഓറഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ഷാർപ്പായിരിക്കില്ല. അടുത്ത ലാസ്റ്റ് കാറ്റഗറി വീക്ക് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ടൈട്രേഷൻ. അതായത് ഓക്സാലിക് ആസിഡ് വേഴ്സസ് സോഡിയം കാർബണേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈട്രേഷനിൽ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരം ടൈട്രേഷൻ എൻഡ് പോയിന്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള pH ചേഞ്ച് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റർ റേഞ്ചും ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഓർമ്മിച്ച് വയ്ക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ മേജർ ഓറഞ്ച് ഉപയോഗിക്കുക, ബേസ് സ്ട്രോങ് ആണെങ്കിൽ ഫിനോഫ്തലിൻ ഉപയോഗിക്കുക, ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ ഫിനോഫ്തലിൻ മേജർ ഓറഞ്ച് ഉപയോഗിക്കാം. രണ്ടും വീക്കാണെങ്കിൽ, അതായത് ആസിഡും ബേസും വീക്കാണെങ്കിൽ നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഓർമ്മിച്ച് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വോള്യൂമെട്രിക് അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. അതാണ് നോർമാലിറ്റി ഇക്വേഷൻ N1V1 = N2V2. അതായത് N1 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ, V1 എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ, N2 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ, V2 എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, എക്സാമിനേഷൻ ഉണ്ടാവാറുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് വാട്ടർ എന്നുള്ള ചാപ്റ്ററാണ്. വളരെ സിമ്പിളൊരു ചാപ്റ്ററാണ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഹാർഡ് വാട്ടർ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണെന്നുള്ളതാണ്. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പത ഉണ്ടാവാത്ത ലെതർ ഫോം ചെയ്യാത്ത വെള്ളത്തിനെ പറയുന്ന പേരാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് പതയുന്ന, സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പതയുന്ന വെള്ളത്തിനെ പറയുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് റീസൺ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. എന്തുകൊണ്ടാണ് സോപ്പ് പതയാതിരിക്കാനുള്ള കാരണം? അപ്പോൾ ഇതിന് റീസൺ എന്ന് പറയുന്നത് ഈ വെള്ളത്തിനകത്ത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്, സൾഫേറ്റ്, ബൈകാർബണേറ്റ് ഇവ ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഹാർഡായിരിക്കും. ഈ സാൾട്ടുകൾ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഒരു വെളുത്ത പൊടി ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് സ്കം എന്ന് പറയും. അപ്പോൾ ഇതുണ്ടാവുന്നത് കൊണ്ടാണ് സോപ്പ് പതയാതിരിക്കാനുള്ള കാരണം. അപ്പോൾ അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഫോം ലെതർ വിത്ത് സോപ്പ്. അതിൻ്റെ ആൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹാർഡ് വാട്ടറിനകത്ത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാൾട്ടുകളുണ്ട്. ഈ സാൾട്ടുകൾ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെളുത്ത പൊടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സോപ്പ് കംപ്ലീറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്ത എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡൊമസ്റ്റിക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ്ങിന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ ലവണങ്ങൾ ഒരുപാടുള്ള കാരണം കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ബാഡ് ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുക്ക് ചെയ്ത ഫുഡിന് നമ്മൾ ഉദ്ദേശിക്കാത്ത രുചി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേസ്, ടെക്സ്റ്റൈൽസിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെയിൻ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ